ഗസയിൽ നിന്നുള്ള വാർത്തയിലേക്കാണ്. ഗസയിലെ സമാധാന കരാർ തകർന്നു. വീണ്ടും ആക്രമണത്തിന് ഉത്തരവിട്ട് ബെഞ്ചമിൻ നെതന്യാഹു. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, ഈ ആക്രമണമൊക്കെ അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് ഗസ മടങ്ങുകയായിരുന്നു. അതേസമയം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നത്? എന്താണ് ഇസ്രായേലിന്റെ ആരോപണം? തീർച്ചയായും ലോകം സമാധാനം ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഗസയിൽ വീണ്ടും ആക്രമണം നടത്താനായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിടുന്നത്. ഇന്ന് അദ്ദേഹം അടിയന്തരമായി സൈനിക പ്രതിരോധ മേധാവികളുടെ യോഗം വിളിക്കുകയും ആ യോഗത്തിന് ശേഷം എടുത്ത നിർണായക തീരുമാനങ്ങൾ അല്ലെങ്കിൽ ലോകത്തെ ഞെട്ടിച്ച തീരുമാനമാണ് ഗസയിൽ വീണ്ടും ആക്രമണം നടത്തുക, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, അതിനായിട്ട് ഏതറ്റം വരെയും പോവുക, കടുത്ത ആക്രമണം നടത്താനാണ് അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ആ സമാധാന കരാർ ഒക്ടോബർ 10 നിലവിൽ വന്ന സമാധാന കരാറിന്റെ പൂർണ്ണമായും നഗ്നമായുമുള്ള ലംഘനമായിട്ട് വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. കാരണം ആ സമാധാന കരാർ പ്രകാരം ഏറ്റവും സുപ്രധാനമായി വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബന്ദികളുടെ മോചനവും മൃതദേഹങ്ങൾ, ഇരു രാജ്യങ്ങളുടെയും മൃതദേഹങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുകയും എന്നുള്ളതായിരുന്നു. പക്ഷേ ആ കരാറിന്റെ ലംഘനമായി ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത് മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിൽ ഹമാസ് വീഴ്ച വരുത്തി. ആ ഹമാസ് വീഴ്ച വരുത്തിയത് കൊണ്ട് തന്നെ കരാറിന്റെ ലംഘനമാണത്. അതുകൊണ്ട് ഇനി ഹമാസിനെ ഭൂമിയിൽ അവശേഷിപ്പിക്കുന്നതിന് അതിന് ആവശ്യമില്ല. കാരണം ഇസ്രായേൽ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യാൻ ഇപ്പോഴും ഹമാസ് മടിക്കുകയാണ്. അക്കാര്യത്തിൽ ഹമാസ് ഇപ്പോഴും അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് കരാറിന്റെ ലംഘനമാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ആ കരാറിന്റെ ലംഘനം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹമാസിന് നേരെ ഗസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണം നടത്താൻ, അതിശക്തമായ ആക്രമണം നടത്താൻ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശവും ആഹ്വാനവും നൽകിയിരിക്കുന്നത്. നേരെ മറിച്ച് മറുവശത്ത് ഹമാസ് പറയുന്നത് മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് ഇസ്രായേൽ സൈന്യം തന്നെയാണ് തടസ്സം, മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനും അത് കൈമാറ്റം ചെയ്യുന്നതിനും ഇസ്രായേൽ സൈന്യം അനുവദിക്കുന്നില്ല എന്നാണ് ഹമാസ് പറയുന്നത്. അതുകൊണ്ട് മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് താൽക്കാലികമായി ഇനി മുതൽ നിർത്തിവെക്കുകയാണ് എന്നുമാണ് ഹമാസിന്റെ സൈനിക മേധാവിയും സൈനിക സംഘവും പറയുന്നത്. എന്തായാലും രണ്ട് ഭാഗവും ഈ രൂപത്തിൽ നിൽക്കുന്നതിനാൽ സ്വാഭാവികമായും സമാധാന കരാർ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു, അല്ലെങ്കിൽ കരാർ ഇനി ഇല്ലാതാകുന്നു എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. യുദ്ധം വീണ്ടും തിരികെ വരികയാണ്. മറുവശത്ത് അമേരിക്കയെ സംബന്ധിച്ചും ട്രംപിനെ സംബന്ധിച്ചും ട്രംപിന്റെ അഭിമാന പ്രശ്നമായിരുന്നു ഗസയിൽ സമാധാന കരാർ കൊണ്ടുവരിക, വെടിനിർത്തൽ കരാർ സാധ്യമാക്കിയെടുക്കുക എന്നുള്ളത്. ആ വെടിനിർത്തൽ കരാർ സാധ്യമാക്കിയതിനെ ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോട് അടുക്കുമ്പോൾ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി വരാൻ പോകുന്ന തീരുമാനം ഒരുപക്ഷെ ട്രംപിന്റെ ഭാഗത്തു നിന്നായിരിക്കും. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കരാർ ലംഘിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയുടെ പ്രതികരണം ലോകം ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയുടെ പ്രതിനിധി ഇപ്പോൾ അൽ ജസീറയോട് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോഴും അവിടെ സമാധാന കരാർ നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ ഒരു കാരണവശാലും അവിടെ ആക്രമണം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. കരാർ നിലനിൽക്കുന്നുണ്ട്. കരാർ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും, നിലവിലുള്ള കരാർ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. മൃതദേഹങ്ങളുടെ കൈമാറ്റം നടക്കുന്നുണ്ട്, ബന്ദികളുടെ കൈമാറ്റം നടക്കുന്നുണ്ട്, ഗസയ്ക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നുകളും അവിടേക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ കരാർ പൂർണ്ണമായി നടന്നു പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഗസയിൽ ഇപ്പോൾ ആക്രമണം നടത്തേണ്ട സാഹചര്യമില്ല എന്നാണ് അമേരിക്കൻ പ്രതിനിധി അൽ ജസീറ മാധ്യമത്തോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടിരുന്നത് അത്തരത്തിൽ ആക്രമണത്തിലേക്ക് കടന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ സമാധാനം പുനഃസ്ഥാപിച്ചു എന്നുള്ള ആ വിശ്വാസത്തോടെ ഇവിടേക്ക് മടങ്ങിപ്പോയ ചിലരുണ്ട്. ആ ജനതയുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ വരുന്ന ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ പ്രകാരം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വ്യോമാക്രമണം ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 12ഓളം വിമാനങ്ങളുടെ നേതൃത്വത്തിലാണ് ഗസയിൽ ഇപ്പോൾ വ്യോമാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ വ്യോമാക്രമണമാണ്. ഈ നെതന്യാഹു ഉത്തരവിട്ടതിന് ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഗസയിലേക്ക് ഹമാസിന് നേരെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പ്രവീത സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഗസയിലേക്ക് തിരിച്ചെത്തിയത്. അവിടെ ഭക്ഷണത്തിന് വേണ്ടിയും മരുന്നിന് വേണ്ടിയും അലയുന്ന മനുഷ്യർക്കിടയിലേക്കാണ് ഇപ്പോൾ ഈ ആക്രമണം നടക്കുന്നത്. എന്തായാലും കരാർ പൂർണ്ണമായും നടപ്പായിട്ടില്ല എന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ കരാർ പൂർണ്ണമായും നടപ്പിലായി ഗസയിൽ പുതിയ ഭരണകൂടം വന്ന് ഈ നിലവിലെത്തിയിട്ടുള്ള ആളുകൾ മുഴുവൻ ഒരു സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി അവരുടെ ആരോഗ്യത്തിലേക്കും അവർക്ക് കൃത്യമായ ഭക്ഷണത്തിലേക്കും ഒക്കെ എത്തുന്ന സാഹചര്യത്തിലേക്ക് ലോകം പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം ഉണ്ടാകുന്നത്, ഈ തീരുമാനത്തിലേക്ക് പോകുന്നത്. തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ള മാത്രമല്ല, ഉടൻ തന്നെ വലിയ രൂപത്തിലുള്ള ആക്രമണവും ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ലോകം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ കൂടി ഉണ്ടാകേണ്ടതുണ്ട്. കാരണം കരാർ നിലവിലുണ്ട് എന്ന് അമേരിക്ക ഇപ്പോഴും ആവർത്തിക്കുമ്പോൾ ഈ കരാറിന്റെ ഭാവി എന്താണ്, കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കരാർ നിലനിൽക്കുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നു, അതും യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ഏതാണ്ട് യുദ്ധം തന്നെ അവിടെ സംഭവിക്കുന്നു. ഏതാണ്ട് 2 വർഷത്തെ യുദ്ധമാണ് ഇപ്പോൾ അവസാനിച്ച് ആ കരാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ ആക്രമണവും ഈ കരാർ ലംഘനവും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഹമാസ് കൂടി ആ ഒരു നിലപാടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഗസ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. വീണ്ടും യുദ്ധമുണ്ടാകും. ഈ കരാർ പൂർണ്ണമായും ലംഘിക്കപ്പെടും. അവിടെ ഖത്തറും ഈജിപ്തും അമേരിക്കയും ചേർന്നെടുത്ത തീരുമാനങ്ങൾ ലംഘിക്കപ്പെടും എന്നുറപ്പാണ് പ്രവിധ.
ശരി ശ്രീജിത്ത്, എന്തായാലും ഗസയിലെ സമാധാന കരാർ തകർന്നിരിക്കുന്നു. വീണ്ടും ആക്രമണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഉടൻ തന്നെ ആക്രമണം നടത്താനാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ട്. അതനുസരിച്ച് വ്യോമാക്രമണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ നൽകുന്ന വിവരം. ഇനി അമേരിക്കയുടെ ഇടപെടലാതെ ഏത് തരത്തിലാകുമെന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.